അപ്പം നിങ്ങൾക്ക് 10 സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ 10 സുഹൃത്തുക്കളും ആയി നിങ്ങൾ പുലർത്തുന്ന ബന്ധത്തിന് പൊതുവെ നമ്മൾ വിളിക്കുന്നത് സൗഹൃദം എന്നാണ്. പക്ഷെ 10 സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഉണ്ടെങ്കിൽ കേട്ടോ. കാരണം ഇതിപ്പോൾ ഒരു പ്രശ്നമാണ്. പണ്ട് KGSന്റെ കവിതയിൽ പറയൂലേ, ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നോട്. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നില്ലല്ലോ എന്നാണ്. അതുകൊണ്ട് പിന്നെ അപ്പുറത്തൊരാളില്ലപ്പാ സ്നേഹിക്കാൻ. എന്നോടുള്ള സ്നേഹം അവസാനിച്ചിട്ട് വേണമല്ലോ വേറൊരാളെ സ്നേഹിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞത്. അപ്പം 10 സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 10 തരം സൗഹൃദങ്ങളുണ്ടെന്നാണ്. പക്ഷേ ഭാഷയിൽ എന്തേ ഉള്ളൂ? സൗഹൃദം എന്നൊരു വാക്യമുള്ളൂ. നിങ്ങളോട് നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടാവില്ലേ, അവനോട് എങ്ങനെയാണ് നീ കൂട്ടുകൂടുന്നത്, ഇത്ര ബോറൻ ചോദിച്ചിട്ടുണ്ടാവില്ലേ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇയാൾ കേവനാണെന്ന് അയാൾ വിശ്വസിക്കണേ. മനസ്സിലായല്ലോ? വാസ്തവത്തിൽ നമ്മൾ ഒരാളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അത് വളരെ യുണീക്കായൊരു ബന്ധമാണ്. ആ യുണീക്ക്നെസ് നമുക്ക് ഭാഷയെ കൊണ്ടുവരാൻ പറ്റില്ല.